നരകത്തിന്റെ എല്ലാ കവാടങ്ങളും കൊലപാതകികളും ബലാത്സംഗികളുമായ ഹമാസിനു വേണ്ടി തുറക്കും. ഗാസ നഗരം റഫയ്ക്കും ബെയ്ത് ഹനൂനിനും സമാനമായി മാറും. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ വാക്കുകളാണിത്. വിശന്നു പിടഞ്ഞ് മരിച്ചു വീഴുന്ന ശരീരങ്ങളെ ആർത്തിയോടെ നോക്കുന്ന കഴുകന്മാരെ പോലെ ഇസ്രയേൽ ഗാസയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. ഗാസയിലെ ജനങ്ങളെ പട്ടിണി കുരുക്കുകൊണ്ട് ഇസ്രയേൽ വലയ്ക്കുകയാണ്. ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് പിന്നാലെ 112 കുഞ്ഞുങ്ങളടക്കം 271 പേർക്കാണ് പട്ടിണി മൂലം ജീവൻ നഷ്ടമായത്. അടിസ്ഥാന സൗകര്യങ്ങൾ അപ്പാടെ നിഷേധിക്കപ്പെടുന്നു. ഭക്ഷണം വിദൂര സ്വപ്നമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഗാസ സിറ്റി പൂർണ്ണമായും പട്ടിണിയുടെ പിടിയിലായി എന്ന് UN ഏജൻസിയുടെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ഉടൻ സഹായം എത്തിക്കുകയും വെടിനിർത്തുകയും ചെയ്തില്ലെങ്കിൽ തെക്കൻ മേഖല കൂടി മുഴുപട്ടിണിയിലാകും. എന്നിട്ടും ഈ മനുഷ്യരെ ചൂണ്ടി കൊലവിളി നടത്തുകയാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ പോലും കള്ളക്കഥയാണെന്ന് പറയുകയാണ് ഇസ്രയേൽ. പട്ടിണി മൂലം എല്ല് മാത്രം ബാക്കിയായി കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെങ്ങുന്ന അമ്മമാരുടേതടക്കം ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങൾ നെഞ്ചിടിപ്പിക്കുന്നതാണ്. 2023 ഒക്ടോബർ 7 മുതൽ 61,430 പേരാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഇതിൽ കുഞ്ഞുങ്ങളടക്കം നിരവധി പേരുടെ മരണം വിശന്നു വലഞ്ഞായിരുന്നു. സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ക്ഷാമം ഡെയർ അൽ ബലായിലേക്കും ഖാൻ യൂണിസിലേക്കും വ്യാപിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പട്ടിണി ആയുധമാക്കിയുള്ള ഇസ്രയേലിന്റെ പ്രതികാരം അത് യുദ്ധക്കുറ്റമാണെന്നും മനഃപൂർവ്വമുള്ള നരഹത്യയായി കണക്കാക്കാമെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭക്ഷണം വാങ്ങാൻ വരുന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന വെടിവെപ്പിന്റെ കണക്ക് അത് വേറെയാണ്. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ഇനിയും സൈനിക നീക്കങ്ങൾ നടത്തിയാൽ മനുഷ്യരാശി സാക്ഷിയാവുക ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടപ്പട്ടിണി മരണങ്ങൾക്കായിരിക്കും. യുദ്ധം മൂലം ഗാസയിലെ ഭക്ഷ്യോൽപാദനം തകർന്നതും ഭക്ഷണ വിതരണവും മറ്റും ഇസ്രയേൽ തടഞ്ഞതും ഗാസയെ നരകയാതനയിലേക്ക് തള്ളിവിട്ടതിന് ഒരു കാരണമാണ്. എന്നാൽ ഗാസയിൽ അങ്ങനെയൊരു പട്ടിണിയേയില്ലെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഗാസ അതിന്റെ ഏറ്റവും മോശമായ ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് ഇന്റർനാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോർ ഫുഡ് സോവറൈനിറ്റി പറയുന്നത്. ഭക്ഷണത്തോടൊപ്പം മരുന്ന്, ഇന്ധനം തുടങ്ങി മറ്റാവശ്യ വസ്തുക്കളുടെ അപര്യാപ്തതയും ഗാസയെ പിടിച്ചുകുലുക്കാൻ കാരണമായിട്ടുണ്ട്. ഗാസ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ചും ഈ സ്ഥിതി തുടർന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രത്യാഘാതത്തെക്കുറിച്ചും UN അടക്കം കൃത്യമായ ധാരണകൾ ലോകത്തിന് നൽകി. എന്നാൽ ഇസ്രയേൽ വഴങ്ങുന്ന മട്ടേയില്ല. നിലവിലെ സാഹചര്യത്തിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള അവസരം പോലും ഗാസയിലെ മനുഷ്യർക്കില്ലെന്ന് IPC ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രദേശത്തെ കൃഷിഭൂമിയുടെ 98% ഇതിനോടകം നശിച്ചു കഴിഞ്ഞു. കന്നുകാലികൾ നാമാവശേഷമായി. മീൻ പിടിക്കാനുള്ള അവസരം ഇസ്രയേൽ നിഷേധിക്കുന്നു. സുരക്ഷിതമായ കുടിവെള്ളവും അന്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഇനി എവിടെയാണൊരു പ്രതീക്ഷ?